ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Finnychayans വേൾഡ്. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ആർക്കും കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പ്രായമുള്ളവർക്കും കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നമ്മുടെ ഹെൽത്തി ലഡു ആണിത്. അത് സൂപ്പർ സാധനമാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? റെഡിയല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓട്സ് വേണം. ഞാനൊരു 3 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഡേറ്റ്സ് ഒരു 10 എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്, ബദാം, ശർക്കര, കാഷ്യൂ നട്ട്, പിന്നെ ഇത് നമ്മുടെ കറുവാപ്പട്ടയും ഏലക്കയും കൂടെ പൊടിച്ചതാണ്, പിന്നെ ചിയ സീഡ്, എള്ള്. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ ഇച്ചിരി നെയ്യും വേണം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്ത് ഓട്സ് എല്ലാം ഇട്ട് നമുക്കതിനെ വറുത്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. കരിയാതെ നമുക്കതിനെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. നമുക്കത് വറുത്ത് എടുത്തത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, ബദാമും പിസ്തായും കാഷ്യൂ നട്ടും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അതിനെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ വറുത്തപ്പോൾ ഇച്ചിരി മൂത്ത് പോയി, അത്രയും അങ്ങ് മൂക്കണ്ട. നമുക്ക് നല്ല രീതിയിൽ അതിനെ വറുത്തെടുക്കാം. അതിങ്ങനെ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വറുത്തൊരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ എള്ളും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. എള്ളൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് നമുക്ക് അതിനെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം ശരിക്കും മൂത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളെടുത്ത് മാറ്റി വെക്കണം. അതിനെല്ലാം നമുക്കിനി പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ വറക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സിലേക്ക് നമ്മളെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ആ നട്ട്സ് എല്ലാം കൂടെ അതിനകത്തോട്ട് ചേർക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് ആ ഏലക്കാപ്പൊടിയും ആ കറുവാപ്പട്ട പൊടിയും കൂടെ, രണ്ടും 1/2 സ്പൂൺ വെച്ചുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് ചിയ സീഡും കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഉപ്പ്, പരുവത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഞങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ ശരിക്കും മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റി നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണിത്. ഇത് പൊടിക്കുമ്പോൾ നമ്മൾ അങ്ങ് ഒത്തിരി പൗഡർ പോലെ അങ്ങ് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല. ചെറിയ ഒരു തരിതരിപ്പോടെ മാത്രം നമ്മൾ പൊടിച്ചെടുത്താൽ മതി. എങ്കിൽ മാത്രമേ നമ്മൾ ലഡു കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ നട്ട്സൊക്കെ ഒന്ന് കടിക്കാനായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഉണ്ട്. നമ്മളൊരു ഏകദേശം 10 ഡേറ്റ്സാണ് എടുത്തിരുന്നത്. അതിനെ കൂടെ നമുക്ക് ശരിക്കും മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ രീതിയിൽ നമുക്ക് അതിനെ അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ആ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. അത് നല്ലോണം ഉരുകി വരണം. അത് ശർക്കര എല്ലാം വെള്ളത്തിൽ ശരിക്കും അലിഞ്ഞ് വരണം. അലിഞ്ഞ് അത് ആ പാനി നല്ലൊരു മുറുക്കമുള്ളൊരു പാനിയായിട്ടത് വരണം. ഇപ്പോൾ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി അത് ആകാനുണ്ട്. നമ്മുടെ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ അത് ഒട്ടുന്ന രീതിയിലാകണം. അങ്ങനെ ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടെ അതിനകത്തോട്ട് നമ്മൾ ചേർക്കുകയാണ്. അതും കൂടെ ചേർത്ത് ശരിക്കും അതിനകത്ത് മിക്സ് ചെയ്യണം. അത് ഇതിനകത്ത് ശർക്കരയും ഈന്തപ്പഴവും ശരിക്കും മിക്സ് ആവണം. അതൊരു കുഴമ്പിൻ്റെ പരുവത്തിലായി വരണം. ഇതിന് പ്രത്യേകം ഓർക്കുക, തീ കുറച്ച് വെച്ച് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് ശരിക്കും നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 1-2 സ്പൂണ് നമുക്ക് നെയ്യും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം അത് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്.
അപ്പോൾ നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളിത് ബോൾ പിടിക്കാൻ പോവുകയാണ്. ബോൾ പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ 2 കൈയിലും എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടണം, അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശരിക്കും നമുക്ക് കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഈ രീതിയിൽ ചെറുതായിട്ട് എടുത്ത് നമുക്ക് ബോൾ പിടിക്കാം. ശരിക്കും തന്നെ പിടിക്കാവുന്നതാണ്. നമ്മൾ പണ്ടൊക്കെ മാവുണ്ട പിടിക്കുന്ന ആ രീതിയിലാണ് ഇതും ചെയ്യുന്നത്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടും ഭയങ്കര ടേസ്റ്റുള്ളതുമായിട്ടുള്ള ഒരു ലഡുവാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് പിള്ളേരുള്ള വീട്ടിൽ ഇത് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ ഇത് വളരെ നല്ലതാണ്. ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ നട്ട്സ്, ബദാം, പിസ്ത, അതുപോലെ കാഷ്യൂനട്ട് ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എള്ള് ചേർത്തിട്ടുണ്ട്, ചിയ സീഡുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് വീട്ടിലുള്ള നട്ട്സ് വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. അതുപോലെ ഓട്സിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അവലും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ലഡുവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. അപ്പോൾ ഞാൻ ഈ ലഡു തിന്നട്ടെ. കിഡു ടേസ്റ്റാണ് കേട്ടോ ഇത്. ബൈ.